നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം അല്ല കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്, വണ്ടിയിലൊക്കെ സെറ്റാക്കി നമ്മൾ ലാസ്റ്റിൽ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു സാധനം ഇങ്ങനെ കാണുന്നുണ്ടാവും ഡ്രസ്സിൻ്റെ ഉള്ളിൽ. അത് വേറെ ഒന്നുമില്ല, അത് സ്കിന്നിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ സ്കിൻ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കോസ്റ്റ്യൂം ഇടുന്നത്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ തീരെ സേഫ് അല്ല നമ്മൾ ഈ ഡ്രസ്സ് മാറാമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സേഫും സെക്യൂറും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സ്കിന്നും ഷോർട്ട്സും ഇട്ടിട്ട് പോകും. എന്നിട്ട് പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോസ്റ്റ്യൂംസ് ഇടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ കുഞ്ഞാവ കണ്ടില്ലേ, ഭയങ്കര കരച്ചിലാണ്. എന്നാ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പ്രോഗ്രാമിന് വരുന്ന ടൈമിൽ വാവേനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവിടെ ചേച്ചിക്ക് അറിയുന്ന ഒരാളുടെ വീട്ടിൽ ഈ കുഞ്ഞാവനെ കൊടുത്തേക്കാണ്. സത്യം പറഞ്ഞാൽ ആ രംഗം എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ആ വാവ ഇങ്ങനെ കൈനീട്ടി കരയുന്ന കണ്ടപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയി. കാര്യം എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ കൊച്ചൊന്നും അല്ല എങ്കിലും എനിക്കത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഈ ചേച്ചിക്ക് എന്താ വിഷമമില്ലാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ചേച്ചീൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. എങ്കിലും ഞാനൊരു അമ്മയായിരുന്നേൽ ഒരിക്കലും ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അതിനെ വിട്ടിട്ടുള്ളൊരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. 24 മണിക്കൂറും ഞാൻ എവിടെ പോയാലും ബാത്റൂമിൽ പോയവരെ എൻ്റെ കൊച്ചൻ്റെ തലയിലുണ്ടാവും. അത് ഉറപ്പാണ്, ഉള്ള കാര്യം പറയാൻ പോലെ അത് ഉറപ്പാണ്. അപ്പം ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതകരമായി ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ ട്രാവൽ ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാം ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ഇന്ന് എവിടെയാണ് പ്രോഗ്രാം, എന്താ എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ വഴിയിലാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. ഗായ്സ്, അപ്പോൾ ഇവിടെ എന്തോ പ്രോഗ്രാം ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെയായിരുന്നു ഗായ്സ് നോക്കുന്നത്. നമ്മളെ കണ്ടപ്പോഴേക്കും അവർക്കൊക്കെ എനർജി കയറി എല്ലാവരും ഭയങ്കര ഡാൻസിങ് ആയിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് ഗായ്സ് നമ്മളിപ്പോൾ പ്രോഗ്രാമിന് എത്തിയിരിക്കുന്നത് ഒരു കരിമ്പ് തോട്ടത്തിൻ്റെ നടുക്ക്. എൻ്റെ ദൈവമേ ഗായ്സ്, കരിമ്പെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ചാവും. കാരണം ഐ ലൈക്ക് വെരി മച്ച് കരിമ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ്. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഇവിടെയാണുള്ളത്, കരിമ്പുംതോട്ടത്തിൻ്റെ നടുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പോയി കരിമ്പ് പറിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചപ്പം അവർ പറയുവാണ് കരിമ്പുംതോട്ടത്തിൽ ഒരു സൈസ് പാമ്പുണ്ട് എന്ന്. ഇനിയിപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വല്ല പാമ്പിൻ്റെ കടി വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കരിമ്പ് പറിക്കാൻ വേണ്ടി പോയില്ല. നമ്മുടെ ഭാഗ്യമായതുകൊണ്ട് പിന്നെ പാമ്പ് നമ്മളെ കണ്ടോടെ കഴുത്തി ചാടി കയറും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ കോനാകൃതി ഒന്നും ഒപ്പിക്കാൻ പോയില്ല. നമ്മുടെ നാടും കൂടിയല്ല, അതുകൊണ്ട് തന്നെ ഭാഷ അറിയില്ല ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്നാന്ന് പറഞ്ഞൊപ്പിക്കും. കരിമ്പ് പറിക്കാൻ പോകായിരുന്നു. പിന്നെ ഇതേ വേറെ പ്രോഗ്രാമിന് വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി കരിമ്പൊക്കെ പറിച്ച് വലിയ ആളാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കൊതി വിട്ടിട്ടുണ്ട്. അവർക്ക് എന്തായാലും എന്തെങ്കിലും വൈകാതെ തന്നെ വയറിന് പറ്റുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ ഷീറ്റൊക്കെ വിരിച്ച് ഇനി സെറ്റാകാൻ വേണ്ടി പോവാണ്. ബൈ.